നമുക്ക് ഇതിന്റെ MCQs നോക്കാമേ. What does e-commerce stands for? E-commerce stands for എന്തുവാ? ഇലക്ട്രോണിക് ക്യാഷ് ആണോ? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓൾറെഡി അതിനകത്ത് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ കൊമേഴ്സ് തന്നെ ആയിരിക്കില്ല ആൻസർ. അപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ് e-commerce stands for. ഓക്കെ, അതായത് e-commerce എന്താണെന്ന് നമുക്കറിയാമല്ലോ. സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് കൊമേഴ്സ് വിച്ച് റിഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ദ ഇന്റർനെറ്റ്. ഓക്കെ, which of the following is not the primary concept of e-commerce? E-commerceന്റെ primary concept അല്ലാത്തത് ഏതാണ്? പേയ്മെന്റ് ഗേറ്റ്വേ ആണോ? അല്ല, പേയ്മെന്റ് ഗേറ്റ്വേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേയ്മെന്റ് നടത്തുന്നത്. ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ്, അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് ഉണ്ട്. ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട്സ്, ശരിയാണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ആഡുകൾ കാണുന്നത്. ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എങ്ങനെയാ പറയും? ഫിസിക്കലായിട്ടൊരു സ്റ്റോർ ഉണ്ടോ അവർക്ക്? ഇല്ല. ഇ-കൊമേഴ്സുകാർക്ക് ഫിസിക്കലായിട്ട് സ്റ്റോർ ഉള്ളവരുണ്ട്. മോസ്റ്റ്ലി ഇ-കൊമേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഫിസിക്കലായിട്ട് നമുക്ക് പോയി എടുത്തു വെക്കാനായിട്ടൊരു സ്റ്റോർ. ഫ്ലിപ്കാർട്ടിന് സ്വന്തമായിട്ടൊരു സ്റ്റോർ ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട് ആണ് അവർക്കിടെ കൺസെപ്റ്റ് അല്ലാത്തത്. ഓക്കെ, what is the primary advantage of e-commerce in terms of market reach? മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇ-കൊമേഴ്സിന്റെ ഈ മാർക്കറ്റ് റീച്ച്, അതായത് എന്താ റീച്ചിനനുസരിച്ച്, അതായത് ലോക്കൽ റീച്ച് ആണോ ഗ്ലോബൽ റീച്ച് ആണോ, അതാണ് മാർക്കറ്റ് റീച്ച് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ജപ്പാനിൽ ഇരിക്കുന്ന ഒരു സാധനം വാങ്ങിക്കാൻ പറ്റും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണെന്നാണ്? ലോക്കലൈസ്ഡ് ഓഡിയൻസ് ആണോ? കുറച്ച് സ്ഥലത്തുള്ള ഒരു ഓഡിയൻസ് ആണോ അഡ്വാൻറ്റേജ്? അല്ല. ലിമിറ്റഡ് ജോഗ്രഫിക്കൽ റീച്ച് ആണോ? കുറച്ച് സ്ഥലത്തെ ജോഗ്രഫിക്കൽ റീച്ച് ഉള്ളോ? അല്ല. ആക്സസ് ടു എ ഗ്ലോബൽ ഓഡിയൻസ്, ഒരുപാട് ഗ്ലോബലി ഉള്ള ഓഡിയൻസിനെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിപ്പെൻഡൻസ് ഓൺ ഫിസിക്കൽ ലൊക്കേഷൻ, അപ്പം ഇത് മൂന്നും അല്ല. ഒരു ലോക്കലൈസ്ഡ് ഓഡിയൻസ് അല്ല, ലിമിറ്റഡ് ജോഗ്രഫിക്കൽ റീച്ച് അല്ല, ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ ലോക്കൽ ലൊക്കേഷനും അല്ല. അപ്പം ആക്സസ് ടു ഗ്ലോബൽ ഓഡിയൻസ് ആണ് ഇ-കൊമേഴ്സ്, അല്ലേ? ഗ്ലോബലി ഉള്ള എല്ലാ ഓഡിയൻസിനെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ഇ-കൊമേഴ്സിന്റെ ബ്രേക്ക് ഡൗൺ. ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഒന്നുമില്ല. എക്സ്പാൻഡിങ് മാർക്കറ്റ് റീച്ച് ബിയോണ്ട് ട്രഡീഷണൽ ബ്രിക്സ് ആൻഡ് മോർട്ടാർ ലൊക്കേഷൻസ്, അതായത് ഒരു ലൊക്കേഷനിൽ മാത്രം ഒതുങ്ങിക്കൂടുമല്ല, ഗ്ലോബലി ഫുൾ വരുന്നതിനെയാണ്. അതുകൊണ്ട് പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ടു മാർക്കറ്റ് റീച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പ്രൈമറി അഡ്വാൻറ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സസ് ടു ഗ്ലോബൽ ഓഡിയൻസ് ആണ്. അതെ. How does e-commerce contribute to reduce overhead cost of business? ബിസിനസിന്റെ ഓവർഹെഡ് കോസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് ഇ-കൊമേഴ്സ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ബൈ ഇൻക്രീസിംഗ് ഫിസിക്കൽ സ്റ്റോർ ലൊക്കേഷൻ, ബൈ റിക്വയറിംഗ് എക്സ്റ്റെൻസീവ് സ്റ്റാഫിംഗ്, ബൈ എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട്സ്, ബൈ ഇൻക്രീസിംഗ് അഡ്വർടൈസിംഗ് എക്സ്പെൻസസ്. അതായത് നമ്മളുടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്ക് ഇ-കൊമേഴ്സ് വെച്ച് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന? ഇൻക്രീസിങ് ഫിസിക്കൽ സ്റ്റോർ ലൊക്കേഷൻ, ഒരുപാട് ഫിസിക്കലായിട്ട് കുറെ സ്റ്റോറുകൾ ഇട്ട് കഴിഞ്ഞാൽ കോസ്റ്റ് കുറയുമോ? ഇല്ല, കോസ്റ്റ് കൂടുക ചെയ്യുന്നത്. അതും കൂടാതെ ഫിസിക്കലി സ്റ്റോർ ഇടുക എന്നുള്ളത് ഇ-കൊമേഴ്സിന്റെ കൺസെപ്റ്റിലുള്ള കാര്യം അല്ല. ബൈ റിക്വയറിംഗ് എക്സ്റ്റെൻസീവ് സ്റ്റാഫിംഗ്, ഒരുപാട് സ്റ്റാഫ്സിനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് കോസ്റ്റ് കുറയുമോ? ഇല്ല. ബൈ എലിമിനേറ്റിംഗ് ദി നീഡ് ഓഫ് ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട്സ്, ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട്സിന്റെ നീഡ്സിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇ-കൊമേഴ്സ് എന്നുള്ള നമുക്ക് ഉള്ള ഒരു കാര്യം ചെയ്യുന്നത്, അല്ലേ? അതായത് ബിസിനസ് നടത്താനായിട്ട് ഇപ്പം നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറെ സ്റ്റാഫ്സ് കാണും, നമുക്ക് സാധനങ്ങളൊക്കെ പറക്കി തരാനായിട്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണോ ഇ-കൊമേഴ്സിനുള്ളത്? അല്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, അത് ചെക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് വാങ്ങിക്കുക. ഓക്കെ, അതിനുശേഷം അവർക്കിടെ അവിടെ അത് പാക്കിങ്ങിനോ അങ്ങനെയുള്ള ആൾക്കാർ കാണും. അല്ലാതെ കസ്റ്റമറും അല്ലെങ്കിൽ അവിടുത്തെ ഒരു സെയിൽസുമായിട്ടുള്ള ഒരു റിലേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ബൈ എലിമിനേറ്റിംഗ് ദി നീഡ് ഓഫ് ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട്സ്, ബൈ ഇൻക്രീസിങ് അഡ്വർടൈസിങ് എക്സ്പെൻസീവ്, ഒരുപാട് പരസ്യങ്ങൾ കൊടുക്കുക, അതെല്ലാവരും ഇതൊന്നും കോസ്റ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളല്ല. ഈ മൂന്ന് കാര്യങ്ങളും കോസ്റ്റ് കുറയ്ക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എലിമിനേറ്റിംഗ് ദി നീഡ് ഓഫ് ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ട്സ്. ഫിസിക്കൽ സ്റ്റോർ ഫ്രണ്ടിന്റെ നീഡിനെ എലിമിനേറ്റ് ചെയ്ത് ഫിസിക്കലായിട്ടുള്ള എന്തില്ല, സ്റ്റോഴ്സ് ഇല്ല. അപ്പം നമുക്ക് റെന്റ് കൊടുക്കണ്ട, യൂട്ടിലിറ്റീസ് വേണ്ട, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണ്ട, അല്ലേ? ഇതൊന്നും വേണ്ട. Which of the following is an advantage of e-commerce for consumers? കൺസ്യൂമേഴ്സിന്റെ ഇ-കൊമേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്തോ? ലിമിറ്റഡ് പ്രൊഡക്റ്റ് സെലക്ഷൻ ആണോ? അല്ല. ഇ-കൊമേഴ്സിന്റെ അഡ്വാൻറ്റേജ് ലിമിറ്റഡ് പ്രൊഡക്റ്റ് സെലക്ഷൻ ഒരു അഡ്വാൻറ്റേജ് അല്ല ഇ-കൊമേഴ്സിന്റെ. ഇൻകൺവീനിയന്റ് ഷോപ്പിംഗ് അവേഴ്സ് എപ്പോഴും 24/7 ആണ്, അല്ലേ? റെഡ്യൂസ്ഡ് ടൈം ആൻഡ് എഫേർട്ട് അഡ്വാൻറ്റേജ് അല്ലേ? റെഡ്യൂസ്ഡ് ടൈം ആൻഡ് എഫേർട്ട്. ഹയർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, അപ്പൊ ഇത് മൂന്നും അല്ല, അല്ലേ?
പ്രോഡക്റ്റ് സെലക്ഷൻ അൺലിമിറ്റഡ് ആണ്, ഷോപ്പിംഗ് അവോയ്ഡ് എന്താ ഹയർ ട്രാൻസാക്ഷൻ കോസ്റ്റും ഇല്ല അല്ലേ. റെഡ്യൂസ്ഡ് ടൈം ആൻഡ് എഫോർട്ട് ആണ് ആൻസർ അല്ലേ. തീർച്ചയായിട്ടും അതാണ് അഡ്വാൻറ്റേജ്. ഇ-കൊമേഴ്സ് പ്രൊവൈഡ്സ് കൺസ്യൂമേഴ്സ് വിത്ത് കൺവീനിയൻസ് ഓഫ് ഷോപ്പിംഗ് ഓൺലൈൻ ഫ്രം ഓക്കെ ഹോം, അല്ലെങ്കിൽ പോകുമൊന്നും വേണ്ട. അതുകൊണ്ടാണ് എന്ത് ടൈമും എഫോർട്ടും കുറഞ്ഞിരിക്കുന്നത്. ഹൗ ഇ-കൊമേഴ്സ് ലിവറേജ് ഡേറ്റ ഫോർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. അതായത് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറേജ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇ-കൊമേഴ്സ് ഡേറ്റ ഉപയോഗിച്ച് അവരുടെ ലിവറേജ് ഡേറ്റ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഡേറ്റ ഉപയോഗിച്ച് അവരുടെ മാർക്കറ്റ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഇഗ്നോറിങ് കസ്റ്റമർ പ്രിഫറൻസ്, കസ്റ്റമറിന്റെ പ്രിഫറൻസിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണോ, അല്ലെങ്കിൽ ബൈ ഓഫറിംഗ് ജനറിക് പ്രൊമോഷൻസ് ഓഫർ ചെയ്താണോ, ഓർ ബൈ അനലൈസിങ് കസ്റ്റമർ ബിഹേവിയർ ആൻഡ് പ്രിഫറൻസസ്, ഓർ ബൈ ലിമിറ്റിംഗ് പ്രൊഡക്റ്റ് വെറൈറ്റി. തീർച്ചയായിട്ടും കസ്റ്റമറിന്റെ ബിഹേവിയറും പ്രിഫറൻസുകളും അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്കുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുമ്പം നമ്മളുടെ ആ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിഹേവിയർ അവർ ക്യാച്ചപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ആ ഒരു ടേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആയിരിക്കും പിന്നെ പോപ്പപ്പ് ചെയ്ത് തരുന്നത് അല്ലേ. അങ്ങനെയാണ് അവർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ബൈ അനലൈസിങ് കസ്റ്റമർ ബിഹേവിയർ ആൻഡ് പ്രിഫറൻസസ് ആണ്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം കളക്ട് ഡേറ്റ ഓൺ കസ്റ്റമർ ബിഹേവിയർ and preferences, allowing business to analyze this data and personalize marketing strategy accordingly. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആമസോണിലോ എവിടെയെങ്കിലും കയറി ഒരു ലാപ്ടോപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴൊക്കെ നമ്മൾ അതിനെ ആക്സസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയം ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് നാൾക്കുള്ളിൽ എപ്പോഴൊക്കെ നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്താലും നമുക്ക് ഈ ലാപ്ടോപ്പുകളുടെ പല ലാപ്ടോപ്പുകളുടെ പോപ്പപ്പ് മെസ്സേജുകളും അല്ലെങ്കിൽ അല്ലേ അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. അതിനെയാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി വാട്ട് മേക്സ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഹൈലി സ്കേലബിൾ. എന്താണ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഹൈലി സ്കേലബിൾ ആക്കാനുള്ള കാര്യം? ലിമിറ്റഡ് പ്രോഡക്റ്റ് ഓഫറിംഗ് അല്ല, ലിമിറ്റഡ് പ്രോഡക്റ്റ് അല്ലല്ലോ ഉള്ളത്. ഇൻഫ്ലെക്സിബിലിറ്റി ഓപ്പറേഷൻസ് ആണോ? അല്ല അല്ലെ. ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻസ് അവർക്കുള്ളത്. എബിലിറ്റി ടു ഈസിലി എക്സ്പാൻഡ് ഓപ്പറേഷൻസും ലാക്ക് ഓഫ് കസ്റ്റമർ ഇൻസൈറ്റും അല്ല. കസ്റ്റമർ ഇൻസൈറ്റ് ഒക്കെ നല്ലതായിട്ടുണ്ടല്ലേ. അപ്പം എബിലിറ്റി ടു ഈസിലി എക്സ്പാൻഡ് ഓപ്പറേഷൻസ് ആണ് അവരുടെ പെർഫോമൻസ് ഹൈലി സ്കെയിലബിൾ ആവുന്നത്. അതായത് അവർക്ക് മാർക്കറ്റിനനുസരിച്ച് മാർക്കറ്റിന്റെ റീച്ച് അല്ലേ, നല്ല ഒരിടത്ത് മാത്രമാണോ നിൽക്കുന്നത്, അല്ല ഹൈ മാർക്കറ്റ് റീച്ച് ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ബേസ് ഉണ്ട്, അതുപോലെ പ്രോഡക്റ്റ് നല്ല ടേംസ് ഓഫ് പ്രോഡക്റ്റ് ഓഫറിംഗ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഹൈലി സ്കെയിലബിൾ ആകുന്നത്. ഓക്കെ, അതായത് അവർക്ക് ഓപ്പറേഷൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലതുപോലെ ഗ്രോ ചെയ്യാൻ പറ്റും. ഒരു സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയയിൽ നിൽക്കുവാണോ? അത് അല്ല. അതുകൊണ്ടാണ് അത് നമുക്ക് ഹൈലി സ്കെയിലബിൾ ആണെന്ന് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത വാട്ട് അഡ്വാൻറ്റേജ് ഡസ് ഇ-കൊമേഴ്സ് ഓഫർ ഇൻ ടേംസ് ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇ-കൊമേഴ്സ് നമുക്ക് തരുന്ന എന്താണ് അഡ്വാൻറ്റേജ്? എങ്ങനെയുള്ള കോസ്റ്റ്? മിനിമൽ കോസ്റ്റ് ആണ് തരുന്നത് അല്ലേ. അപ്പം ഹയർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടോ? ഇല്ല. ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ അല്ല, ഹയർ ട്രാൻസാക്ഷൻ കോസ്റ്റ് അല്ല. ലിമിറ്റഡ് പേയ്മെന്റ് ഓപ്ഷൻസ് ആണോ? അല്ല. ഹയർ ഓവർഹെഡ്സ് കോസ്റ്റ് ഫോർ ബിസിനസ് ഉണ്ടോ? ഇല്ല. അപ്പം ഇ-കൊമേഴ്സ് നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റിനെ വെച്ച് തരുമ്പോൾ നമുക്ക് തരുന്ന ആൻസർ ഏതാ? മിനിമൽ കോസ്റ്റ് ആണ് അസോസിയേറ്റ് വിത്ത് പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം, ഈ പ്രൊഡക്ഷൻ മിനിമൽ കോസ്റ്റ് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചില ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ അവർ പ്രീ ബുക്കിംഗ് ആണ് എടുക്കുന്നത്. അതായത് അവർ ഒരു പ്രൊഡക്റ്റ് അവർ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഒരു പ്രൊഡക്റ്റ് അവർ എന്ത് ചെയ്യും, നമ്മളെ ഷോക്കേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ട് അവരൊരു പ്രീ ബുക്കിംഗ് ആയിരിക്കും അവർ. അപ്പം നമുക്ക് വേണ്ടുന്ന കസ്റ്റമേഴ്സിനൊക്കെ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഡേയ്സിനുള്ളിലാണ് അത് ഡിസ്പാച്ച് ചെയ്യുന്നത് അവർ പറയും. അപ്പോൾ അവർക്ക് ആ ഒരു പ്രൊഡക്ഷൻ വേണ്ടത് ഇപ്പം 200 കസ്റ്റമേഴ്സ് അത് ഓർഡർ ചെയ്തെങ്കിൽ അത്രയും അവർക്ക് പ്രൊഡക്ഷൻ നടത്തിയാൽ മതി. ഓക്കെ, അവർക്കിടെ പ്രൊഡക്ഷൻ ഓവർലോഡഡ് ആയിട്ട് അവർക്ക് അതൊരു ലോസ് ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ പറയുന്നത് മിനിമൽ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പം ആവശ്യത്തിനുള്ള സാധനം ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ 200 പേരാണ് അവർക്ക് ആ ഒരു സാധനത്തിന് എന്ത് ചെയ്തേക്കുന്നത്, ഓർഡർ കൊടുത്തിട്ടുള്ളത് 200 പീപ്പിൾസിന് ഉണ്ടാക്കിയിട്ട് അവർക്ക് അപ്പം തന്നെ അത് ഡിസ്പാച്ച് ചെയ്യാം. അവർക്ക് സ്റ്റോർ ചെയ്തതിന്റെ ആവശ്യമില്ല, പിന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നടക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇത് തൊട്ട് മുന്നേ കണ്ട ഒരു MCQ ആയിട്ട് സിമിലർ ആണ്. ഹൗ ഡസ് ഇ-കൊമേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഇംപ്രൂവ് കസ്റ്റമർ ഇൻസൈറ്റ്. കസ്റ്റമറുടെ ഇൻസൈറ്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇ-കൊമേഴ്സ് എന്താ ചെയ്യുന്നത്? കസ്റ്റമർ ബിഹേവിയർ ഇഗ്നോർ ചെയ്യോ? ഇല്ല. ലിമിറ്റഡ് ഡേറ്റ കളക്ഷൻസ് ആണോ കൊടുക്കുന്നത്? അല്ല.
ജനറിക് പ്രോഡക്ട്സ് ഓഫർ ചെയ്യോ? ഇല്ല. ബൈ പ്രൊവൈഡിങ് വാല്യുബിൾ ഡേറ്റ ഓൺ കസ്റ്റമർ ബിഹേവിയർ ആൻഡ് പ്രിഫറൻസസ്. കസ്റ്റമറിന്റെ പിന്നെ പ്രിഫറൻസിനും അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനും അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിനും അനുസരിച്ച് വളരെയധികം വാല്യുബിൾ ആയിട്ട് ഉള്ള ഒരു വാല്യുബിൾ, അതിനൊക്കെ നല്ല വാല്യൂ കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കസ്റ്റമറുടെ ഇൻസൈറ്റിനെ ഇമ്പ്രൂവ്, ഓക്കെ, അവർ കോൺട്രിബ്യൂഷനെ ഇമ്പ്രൂവ്. മനസ്സിലായോ? അങ്ങനെ അത് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യം അവർക്ക് ആ ഒരു ടേസ്റ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചോ അവരത് മനസ്സിലാക്കി നമുക്കത് എന്ത് ചെയ്യുന്നത്? നമുക്കത് കാണിച്ചു തരിക ചെയ്യുന്നത്. ഓക്കെ. Which of the following is not a primary advantage of e-commerce? Global reach, limited product selection, lower overhead, improved customer insight. എന്താ നോട്ട് എ പ്രൈമറി അഡ്വാൻറ്റേജ്. പ്രൈമറി അഡ്വാൻറ്റേജ് അല്ലാത്തത്. ഗ്ലോബൽ റീച്ച് പ്രൈമറി അഡ്വാൻറ്റേജ് ആണ്. ലിമിറ്റഡ് പ്രൊഡക്റ്റ് സെലക്ഷൻ ആണോ? അല്ല. ലോവർ ഓവർ ഹെഡ്സ് അഡ്വാൻറ്റേജ് ആണ്. ഇംപ്രൂവ്ഡ് കസ്റ്റമർ ഇൻസൈറ്റ്സ് അഡ്വാൻറ്റേജ് ആണ്. അപ്പം അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നാ ചോദിച്ചത്? മീൻസ് ഡിസഡ്വാൻറ്റേജ് ഏതാ? ലിമിറ്റഡ് പ്രോഡക്റ്റ് സെലക്ഷൻ ആണ് ഡിസഡ്വാൻറ്റേജ്. ഒരിക്കലും ലിമിറ്റഡ് പ്രോഡക്റ്റ് സെലക്ഷൻ അല്ല ഉള്ളത്. വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് തരുന്നത്. ഓക്കെ. Which of the following is an example of business to consumer? ബിസിനസ്സിൽ നിന്നും ബിസിനസ് ടു കൺസ്യൂമർ ഏതാ? ആമസോൺ ആണോ? അലിബാബ ആണോ? സെയിൽസ് ഫോഴ്സ് ആണോ? ഓക്കെ, അഗെയിൻ അലിബാബ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ബിസിനസ്സിൽ നിന്ന് കൺസ്യൂമറിലായിട്ടുള്ളത് ആമസോൺ ആണ്. അലിബാബ എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള സൈറ്റ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരെണ്ണമായിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അലിബാബയിൽ നിന്നൊക്കെ. ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് അവർ പൊതുവെ തരുന്നത്. അതായത് ബിസിനസ് ടു ബിസിനസ് ആണ് അവർ തരുന്നത്. ഓക്കെ. Which of the following is a disadvantage of e-commerce? E-commerce ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരുന്നത്. ഗ്ലോബൽ റീച്ച് അഡ്വാൻറ്റേജ് ആണ്. ലോ ട്രാൻസിഷൻ കോസ്റ്റും അഡ്വാൻറ്റേജ് ആണ്. റെഡ്യൂസ്ഡ് ഓവർ ഹെഡ് കോസ്റ്റും അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് ആണ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ അല്ലേ? കോമ്പറ്റീഷൻ കൂടുതലാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. What aspects of e-commerce allows business to track customer interaction and behavior on their websites? പേയ്മെന്റ് ഗേറ്റ്വേസ് യൂസ് ചെയ്തിട്ടാണോ ട്രാക്ക് ചെയ്യുന്നത്? അല്ല. പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്താണോ? അല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ? അല്ല. കുക്കീസ് ആൻഡ് ട്രാക്കിംഗ് പിക്സൽസ്, കുക്കീസും ട്രാക്കിംഗ് പിക്സൽസും യൂസ് ചെയ്താണ് നമ്മൾ എന്താ സൈറ്റുകളിൽ ഇവരുടെ കസ്റ്റമർ ഇന്ററാക്ഷനോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറും എന്ത് ചെയ്യുന്നത്? ട്രാക്ക് ചെയ്യുന്നത്. ഓക്കെ. കുക്കീസും ട്രാക്കിംഗ് പിക്സൽസും ആണ് ടൂള്, ഇ കോമേഴ്സ് ടൂള് യൂസ് ചെയ്യുന്നത്. യൂസർ ബിഹേവിയർ ഓൺ വെബ്സൈറ്റ്, ഇനേബിളിംഗ് business to gather data and on customers interactions and preferences for marketing and optimization purposes.